ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് LPPയിലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം. മിനിമൈസ് z ഈക്വൽസ് -50x പ്ലസ് 20y സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 2x minus y greater than or equal to -5, 3x plus y greater than or equal to 3, 2x minus 3y less than or equal to 12, x and y greater than or equal to 0. ഇപ്പം എന്താ നമ്മൾ ചെയ്യണ്ടേ? ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ? 2x മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 ആണ്. ഇവിടെ ഇനി ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. 2x മൈനസ് വൈ ഈക്വൽസ് -5. ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y എന്താണ്? y ഈക്വൽസ് 5 അല്ലേ? മൈനസ് y ഈക്വൽസ് -5 ആണ്. ഈ മൈനസ് ക്യാൻസൽ ആവും. y ഈക്വൽസ് 5. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? y 0 ആവുമ്പോൾ 2x ഈക്വൽസ് -5, x ഈക്വൽസ് -5/2, ദാറ്റ് ഇസ് -2.5. ഇവിടെ -2.5. ഇവിടുത്തെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 5 ആൻഡ് -2.5, 0. നെക്സ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇൻഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതുക. അപ്പോൾ 3x പ്ലസ് വൈ ഈക്വൽസ് 3. ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y എന്താണ്? y ഈക്വൽസ് 3. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? 3x ഈക്വൽസ് 3. ദിസ് ഇംപ്ലൈസ് x ഈക്വൽസ് 3/3, ദാറ്റ് ഇസ് 1 അല്ലേ? 1. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 3 ആൻഡ് 1, 0. നെക്സ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുക. ഇനി ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. അപ്പോൾ 2x മൈനസ് 3y ഈക്വൽസ് 12. ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y എന്താണ്? -3y ഈക്വൽസ് 12. ഇപ്പോൾ y ഈക്വൽസ് -4 കിട്ടും. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? 2x ഈക്വൽസ് 12. അപ്പോൾ x ഈക്വൽസ് 12/2, ദാറ്റ് ഇസ് 6. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, -4 ആൻഡ് 6, 0. ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. 0, 5, x 0, y 5, ഇതാണ് 0, 5. ഈ -2.50, അപ്പോൾ -2.5 ഇവിടെയാണ് വരിക. -3ൻ്റെയും -2ൻ്റെയും ഇടയിൽ അല്ലേ? അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുകയാണ് 0, 0. അത് ഈ ഇനീക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടുത്തെ ഇനീക്വാലിറ്റി എന്താണ്? 2x മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 ആണ്. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2 × 0 -0 എന്താണ്? ദാറ്റ് ഇസ് 0. 0 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -5 എന്നാണ് കിട്ടിയത്. അതെന്താണ്? കറക്റ്റാണ് അല്ലേ? -5നേക്കാട്ടും വലിയ നമ്പറാണ് 0. ഇത് കറക്റ്റാണ്. അപ്പോൾ എവിടെയാണോ 0, 0 ഉള്ളത് അങ്ങോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അങ്ങോട്ടേക്കാണ് ഷെയ്ഡഡ് റീജിയൻ വരിക. ഇനി അടുത്ത പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. 0, 3, x 0, y 3, ഇതാണ് ആ പോയിന്റ്. 1, 0, x 1 ആൻഡ് y 0. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ഇനി ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. താഴെയാണോ മുകളിലാണോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 0, 0 എടുക്കുക. അത് ഈ ഇനീക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ഇനീക്വാലിറ്റി. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ 0 വരും. അപ്പോൾ എന്താ കിട്ടുക? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. അതെന്താണ്? തെറ്റാണ് അല്ലേ? 0 3നേക്കാട്ടും ചെറുതാണ്. 0, 0 ഈ ലൈനിൻ്റെ താഴെയുള്ള പോർഷനായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ഓപ്പോസിറ്റ് റീജിയനിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. 0, -4, x 0, y -4, 6, 0, x 6, y 0. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് റീജിയൻ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ മുമ്പ് ചെയ്യണ പോലെ തന്നെ ഈ ലൈനിൽ അല്ലാത്തൊരു പോയിന്റ് എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുകയാണ് 0, 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടുത്തെ ഇനീക്വാലിറ്റി എന്താ?
2x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ 0 വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് കിട്ടുക. അതെന്താണ്? കറക്റ്റാണ് അല്ലേ? അപ്പോൾ 0 എവിടുത്തെ പോയിൻ്റാണ്? അപ്പർ ഹാഫ് പ്ലെയിനിലത്തെ പോയിൻ്റാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റാണ് കിട്ടിയത്. അപ്പോൾ 0 എവിടെയാണുള്ളത്? അങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ ഏതാണ്? നോക്കിയേ, ഈ ലൈനിൻ്റെ താഴത്തേക്ക് ഷെയ്ഡിങ് പോകുന്നുണ്ട്, ഈ ലൈനിൻ്റെ മുകളിലേക്ക് പോകുന്നുണ്ട്, ആൻഡ് ഈ ലൈനിൻ്റെയും മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഈ 3 ആരോസ് വരുന്നത് ഈ റീജിയനാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. എന്താ കാരണം? നമുക്കിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ എക്സും വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് എക്സും വൈയും എന്താവുള്ളൂ? പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് മാത്രം നിങ്ങൾ ഷെയ്ഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയോക്കണ ഫീസിബിൾ റീജിയൻ എന്താണ്? ഇറ്റ് ഈസ് അൺബൗണ്ടഡ് അല്ലേ? അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, ഇവിടെ ബൗണ്ടറി ഉണ്ട്, ഇവിടെയും ബൗണ്ടറി ഉണ്ട്. ബട്ട് ഇവിടെ എന്തില്ല? ഒരു ബൗണ്ടറി ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയോക്കണ ഫീസിബിൾ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. അപ്പം ഇങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. 0, 5, 0, 3, 1, 0 ആൻഡ് 6, 0. ഇതാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ്. ഇതൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 0, വൈയുടെ പ്ലേസിൽ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100 ആണ് കിട്ടുക. നെക്സ്റ്റ് വൺ ഇസ് 0, 3. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 0, വൈയുടെ പ്ലേസിൽ 3. അപ്പോൾ നമുക്ക് 60 ആണ് കിട്ടുക. നെക്സ്റ്റ് വൺ ഇസ് 1, 0. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 1, വൈയുടെ പ്ലേസിൽ 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -50 ആണ് കിട്ടുക. ഇനി 6, 0. എക്സിൻ്റെ പ്ലേസിൽ 6, വൈയുടെ പ്ലേസിൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 × -50 ദറ്റ് ഇസ് -300. അപ്പം ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കിവിടെ കോർണർ പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിലത്തെ മിനിമം വാല്യൂ എടുക്കുക. അത് എത്രയാണ്? -300 ആണ് മിനിമം. അത് ഏത് പോയിന്റിലാണ്? 6, 0. അപ്പോൾ ഈ പോയിന്റ് ഇതാണ് നമ്മുടെ 6, 0. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ബട്ട് ഇവിടെയുള്ള പ്രശ്നം എന്താ? നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. ഇതിനെന്തില്ല? ബൗണ്ടറി ഇല്ല. അപ്പോൾ ഈ -300 തന്നെയാണോ ഇവിടുത്തെ മിനിമം വാല്യൂ? അത് നമ്മൾ കൺഫേം ചെയ്യണം. മനസ്സിലാവുണ്ടോ? ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. അപ്പം ഇങ്ങനത്തെ കേസിൽ നമുക്കൊരു മിനിമം വാല്യൂ കിട്ടിയാൽ ഇത് തന്നെയാണ് നമ്മുടെ മിനിമം വാല്യൂ എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് കൺഫേം ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. അപ്പം ഞാനിപ്പോൾ ജനറലായിട്ട് എഴുതാണ് ax + by. ഓക്കെ, അപ്പം നമുക്ക് എന്താ വേണ്ടേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പം മിനിമം ആവുമ്പോൾ ഇവിടെ ലെസ് ദാൻ എന്ന് എഴുതാം. ഓക്കെ, മിനിമത്തിൻ്റെ കേസിൽ ലെസ് ദാൻ എന്ന് എഴുതാം. മാക്സിമം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലെസ് ദാൻ എന്ന് എഴുതി. നമുക്കിവിടെ കിട്ടിയ മിനിമം വാല്യൂ ഏതാണ്? -300 ആണ്. ഇതാണ് ഇവിടുത്തെ മിനിമം വാല്യൂ. അപ്പോൾ ഞാനിവിടെ m എന്ന് എഴുതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. ഇവിടുത്തെ സൈൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? ഇവിടെ മിനിമം ആണെങ്കിൽ ലെസ് ദാൻ, ഇവിടെ മാക്സിമം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ. ഇവിടെ m എന്ന് പറയണത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ആൻസറിലത്തെ ഏറ്റവും മിനിമം വാല്യൂ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചോട്ട m. ഇനിയിപ്പോൾ മാക്സിമം ആണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ എടുക്കുക. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എഴുതാം. എന്നിട്ട് അതിൻ്റെ ലൈൻ ഇവിടെ വരയ്ക്കണം. എന്നിട്ട് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്യാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ -50x +
20y ആണ്. ലെസ് ദാൻ ഇവിടുത്തെ എം എന്താണ്? -300 ആണ്. ഇനി ഇതിൻ്റെ ലൈൻ വരയ്ക്കാം. പിന്നെ ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. അപ്പോൾ -50x + 20y = -300. ഇനി നമുക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാം. ഇപ്പം എക്സ് 0 ആകുമ്പോൾ y എന്താണ്? എക്സ് 0 ആകുമ്പോൾ 20y = -300. y = -300/20. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -15 അല്ലേ? ഇനി y 0 ആകുമ്പോൾ എക്സ് എന്ത് കിട്ടും? -50x = -300. എക്സ് ഈക്വൽസ് എന്താണ്? -300/-50. അപ്പോൾ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 6 ആണ് കിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ഇടാം. ഇപ്പോൾ എക്സ് ഇപ്പോൾ 8 ആകുമ്പോൾ y എന്താ കിട്ടാൻ നോക്കുക. അപ്പോൾ -50 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 8 + 20y = -300. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് -400 ആണ് കിട്ടുക. +20y = -300. ഇപ്പോൾ 20y = -300. ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ +400 ആവും. ഇപ്പോൾ 20y = 100. അപ്പോൾ ഇതിൽ നിന്ന് y എന്ത് കിട്ടും? 100/20 = 5. അപ്പോൾ നമുക്ക് y എന്താ കിട്ടിയേ? 5 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഇപ്പോൾ 0, 15 അത് ഞാൻ പ്ലോട്ട് ചെയ്യണില്ല, ഇതിങ്ങനെ വരച്ച് പോകണ്ടേ. അപ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സ് ആണ് 6, 0 ആൻഡ് 8, 5 അല്ലേ. അപ്പോൾ എക്സ് 6, y 0 ഇതാണ് ആ പോയിൻറ്റ്. പിന്നെ 8, 5 എക്സ് 8 ആവുമ്പോൾ y എന്താണ്? 5 ആണ്. അത് ഇവിടെ വരും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ലൈന് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഡോട്ടഡ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സിമ്പിൾ എന്താണ്? സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡോട്ടഡ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? +1 പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ലൈൻസ് ഒക്കെ എന്താ ഡാർക്കായിട്ട് വരച്ചേ? ഇവിടുത്തെ സിമ്പിളൊക്കെ നോക്കിയേ, ഇതൊക്കെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ. ഇവിടെ ഒക്കെ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അതുകൊണ്ടാണ് നല്ല ഡാർക്ക് ലൈൻ വരച്ചത്. ഇവിടുത്തെ സിമ്പിൾ നോക്കുക, ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക? ഡോട്ടഡ് ലൈൻസ് ഇങ്ങനെ വരച്ച് പോവുക. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ലൈനിൽ അല്ലാത്തൊരു പോയിൻ്റ് എടുക്കുക. ഒന്നില്ലെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക, ഇഷ്ടമുള്ള പോയിൻ്റ് എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുകയാണ് 0, 0. അത് നമുക്ക് ഈ ഇനീക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ -50 × 0 + 20 × 0 > -300. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. 0 <= -300. ഇത് കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ 0, 0 ഇവിടുത്തെ പോയിൻ്റ് ആയിരുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് റീജിയനിലേക്ക് ഷെയ്ഡ് ചെയ്യുക. അപ്പം ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡിങ് വരിക അല്ലേ. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിച്ചു അല്ലേ. ഈ യെല്ലോ ആരോ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഷെയ്ഡഡ് റീജിയൻ. ആ ഷെയ്ഡഡ് റീജിയനും നമ്മുടെ ഫീസിബിൾ റീജിയനുമായിട്ട് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള വല്ല പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ, ഈ ബ്ലൂ കളർ. ആൻഡ് ഈ യെല്ലോ കളറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഷെയ്ഡഡ് റീജിയൻ അല്ലേ. അപ്പം ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, ഈ ഒരു കുഞ്ഞ് റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ റീജിയൻ ഉണ്ടെങ്കിൽ ഈ 6, 0 അല്ല നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമം. മനസ്സിലായോ? ഈ ഫീസിബിൾ റീജിയനും ഈ ന്യൂലി ഷെയ്ഡഡ് റീജിയനായിട്ട് കോമൺ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു വാല്യൂ മിനിമം ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നമ്മുടെ മിനിമം, വേറെ ഏതോ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ മിനിമം ആയിട്ട് വരിക. അത് ചിലപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചെക്ക് വെദർ ദർ ഇസ് എനി കോമൺ പോയിന്റ് വിത്ത് ഫീസിബിൾ റീജിയൻ. നിങ്ങൾ ഈ ലൈൻ വരയ്ക്കുക, ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക, ഫീസിബിൾ റീജിയനായിട്ട് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ കോമൺ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളിവിടെ ഒരു മിനിമം ആയിട്ടൊരു വാല്യൂ വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
ആ വാല്യൂ അല്ല, ഇസ് നോട്ട് ദ മിനിമം വാല്യൂ. കോമൺ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചു നോക്കണ എം അല്ല ഇവിടുത്തെ മിനിമം വാല്യൂ. ഇനിയിപ്പോൾ കോമൺ പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കുക, നോ കോമൺ പോയിന്റ് വിത്ത് ഫീസിബിൾ റീജിയൻ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ -300 ആണ് നമ്മുടെ ചോട്ട എം ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഈ എം തന്നെയാണ് നമ്മുടെ മിനിമം. എം ഇസ് ദ മിനിമം വാല്യൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഈ -300 ആണോ ഇവിടുത്തെ മിനിമം? അല്ല. എന്താ കാരണം? ഈ ഫീസിബിൾ റീജിയനും ഇപ്പം ഷെയ്ഡ് ചെയ്ത റീജിയനും തമ്മിൽ കോമൺ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് -300 അല്ല നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമം. ഓക്കെ. ഇപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ മിനിമൈസിന് പകരം മാക്സിമൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രാഫിൽ മാറ്റമൊന്നുമില്ല, ഇവിടെ വരെ സെയിം തന്നെയാണ് കിട്ടുക അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയേ? ഒരു അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കോർണർ പോയിന്റ്സ് എടുക്കുക. ഇവിടെ 4 കോർണർ പോയിന്റ്സ് ഉണ്ട്, അതെടുത്തു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഇതിലത്തെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 100 ആണ്. ബട്ട് ഇത് തന്നെയാണ് നമ്മുടെ മാക്സിമം എന്ന് ഒരു ഉറപ്പില്ല. എന്താ കാരണം? ഇവിടുത്തെ റീജിയൻ എന്താണ്? ഇറ്റ് ഈസ് അൺബൗണ്ടഡ്. അപ്പോൾ ഈ പോയിന്റിൽ തന്നെയാണ് മാക്സിമം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക? നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എടുക്കുക. ഇവിടുത്തെ എന്താണ്? -50x + 20y ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം ആണ് വേണ്ടത്. അപ്പോൾ മാക്സിമത്തിൻ്റെ കേസിൽ ഗ്രേറ്റർ ദാൻ സൈൻ ഇടാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ എം എന്ന് വരും, ക്യാപിറ്റൽ എം. ഇവിടുത്തെ ക്യാപിറ്റൽ എം എന്താണ്? ഈ 100. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എം. ഇപ്പോൾ ഇവിടെ എഴുതാം 100. ഓക്കെ. അപ്പോൾ ഇതുവരെ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ സംശയം ഒന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി മാക്സിമം ആയ കാരണം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടു ആൻഡ് ഇവിടുത്തെ മാക്സിമം വാല്യൂ ഇവിടെ എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ലൈന് വരയ്ക്കുക, ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കുക. -50x + 20y = 100 ആയിട്ട് എടുക്കുക. ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y എന്താണ്? x 0 ആവുമ്പോൾ 20y = 100. 20y = 100. അപ്പോൾ y = 100/20. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5 ആണ് കിട്ടുക അല്ലേ. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? -50x = 100. അപ്പോൾ ഇതിൽ നിന്ന് x എന്ത് കിട്ടും? 100/-50 ദാറ്റ്സ് ഈക്വൽ ടു -2. -2 വരും. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാം. 0, 5. 0, 5 ഇതാണ്. -2, 0. x -2, y 0. ഇതാണ് ആ പോയിന്റ്. ഈ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. അപ്പോൾ ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇനീക്വാലിറ്റി എന്താണ്? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്. അപ്പം ഇങ്ങനത്തെ കേസിൽ എപ്പോഴും നിങ്ങൾ ഡോട്ടഡ് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം എന്ത് ചെയ്യുക? ഈ ലൈനിൽ അല്ലാത്തൊരു പോയിന്റ് എടുക്കാം. അപ്പം ഞാൻ എടുക്കുകയാണ് 0, 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലും വൈയുടെ പ്ലേസിലും 0 വരും. അപ്പോൾ -50 × 0 + 20 × 0 ഗ്രേറ്റർ ദാൻ 100. ഇതെന്താണ്? 0 ഗ്രേറ്റർ ദാൻ 100 എന്നാണ് വരിക. അതെന്താണ്? തെറ്റാണ് അല്ലേ. അപ്പോൾ ഈ ലൈനിൻ്റെ താഴെയുള്ള പോയിന്റ് ആയിരുന്നു 0, 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പർ പോർഷൻ ഷെയ്ഡ് ചെയ്യുക. ഇങ്ങോട്ടേക്കാണ് ഇവിടുത്തെ ഷെയ്ഡിങ് വരിക. ഇപ്പം ഷെയ്ഡ് ചെയ്ത റീജിയനും ഫീസിബിൾ റീജിയനുമായിട്ട് എന്തെങ്കിലും കോമൺ പോയിന്റ് ഉണ്ടോ? ഇല്ല അല്ലേ. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോണത്. പിന്നെ ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ ഇതാണ്. ഇവിടെ കോമൺ പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ ചിലവർക്ക് തോന്നും ഈ 0, 5 കോമൺ പോയിന്റ് അല്ലേ. ഈ 0, 5 ഫീസിബിൾ റീജിയനിലുമുണ്ട്. അപ്പം നമ്മൾ വരച്ച ഈ ലൈനിലും ഈ 0, 5 ഉണ്ട്. അപ്പം ഇത് കോമൺ പോയിന്റ് അല്ലേ എന്ന് സംശയം വരും. അപ്പം ഇത് കോമൺ പോയിന്റ് ആണോ? അല്ല. എന്താ കാരണം? ഇവിടുത്തെ ലൈൻ എന്താണ്? ഡോട്ടഡ് ലൈൻ ആണ് അല്ലേ. ഇവിടുത്തെ ഇനീക്വാലിറ്റി എന്താ? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ ആണ്.
അപ്പോൾ ഈ ലൈനിലത്തെ പോയിന്റ്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഫീസിബിൾ റീജിയനും ഇപ്പം ഷെയ്ഡ് ചെയ്ത റീജിയനുമായിട്ട് കോമൺ പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം എത്രയാണ്? 100 ആണ്. ഏത് പോയിന്റിലാണ്? 0, 5. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ്റെ കേസിൽ മാക്സിമം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.